ഹായ് ഫ്രണ്ട്സ്, ഡിസ ബ്യൂട്ടി സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ വെറൈറ്റി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെയർ ബാൻഡാണ് ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്, എന്നാൽ വളരെ ഭംഗിയുള്ളൊരു ഹെയർ ബാൻഡുമാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ വൈറ്റ് നെറ്റും റോസ് നെറ്റും ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് വേണ്ടിയത് ഇതുപോലത്തെ ഒരു പിന്നാണ്, മുട്ടുസൂചി പിന്ന്. എന്നിട്ട് ഇതുപോലെ ഒരു വൈറ്റ് നെറ്റിൻ്റെ പീസ് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു. അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് ആ പിന്നിലേക്കൊന്ന് കോർത്ത് വെച്ചു. അതിന് ശേഷം നമുക്ക് അടുത്ത കളർ, ഏത് കളറാണോ നമ്മൾ എടുക്കുന്നത് ആ കളർ, ഞാനിപ്പോൾ റോസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ റോസ് കളറ് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കി ഒപ്പം നോക്കി വീണ്ടും നമ്മൾ ആ വൈറ്റിൻ്റെ മുകളിലേക്ക് കോർത്ത് വെച്ചു. കോർത്ത് വെച്ചിട്ട് ഒപ്പമാണോ എന്ന് തന്നെ നോക്കുക. ഒപ്പം അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ ഫ്ലവറിൻ്റെ ഷേപ്പ് മാറിപ്പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒപ്പം കോർക്കുക. ഇനി അടുത്തത് വേണ്ടിയത് വൈറ്റ് ക്ലോത്തിൻ്റെ പീസാണ്, നെറ്റിൻ്റെ പീസാണ്. അതിന് മുകളിലേക്ക് റോസ് പീസ്, അതിൻ്റെ തൊട്ട് മുകളിലേക്ക് വൈറ്റ് നെറ്റിൻ്റെ പീസ്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്നിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. അങ്ങനെ അടുക്കി അടുക്കി നമുക്ക് എടുക്കണം. കറക്റ്റ് ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഒന്നിടവിട്ട കളറുകളാണ് ചെയ്യുന്നത്. ഒരു വൈറ്റ് ക്ലോത്ത് വെച്ചതിന് ശേഷം ഒരു റോസ് ക്ലോത്ത് വയ്ക്കുകയാണ് കേട്ടോ. നെറ്റ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്, നെറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഒന്നിടവിട്ട കളറുകൾ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ വൈറ്റ് റോസ് എന്ന പാറ്റേണിൽ. എന്നിട്ട് നമുക്ക് അത് ഓരോന്നായിട്ട് വെച്ച് ഒപ്പം പിടിക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ നേരത്തെ കോർത്ത് വെച്ച പിന്നിൻ്റെ മുകളിലേക്ക് ഇത് വീണ്ടും കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ കറക്റ്റ് സെൻറ്റർ നോക്കി കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കണം. അപ്പോൾ പാറ്റേൺ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഒന്നിടവിട്ട കളറുകൾ വൈറ്റ് റോസ് അങ്ങനെ എടുത്തിരിക്കുകയാണ് കേട്ടോ പാറ്റേൺ ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ എടുക്കാവുന്നതാണ്. 2 റോസ് 2 വൈറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളർ 3 കളറുകളാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഒരു പാറ്റേൺ ഒരേ കളർ വരാതെ ഒന്നിടവിട്ടും രണ്ടിടവിട്ടും ഒക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ചധികം എണ്ണം കോർത്തെടുത്തിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് പിന്നിലേക്ക് കോർത്ത് വെക്കാം. ഇനി ഞാൻ കുറച്ചെണ്ണം എടുത്തിട്ട് അടുക്കി കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഫോൾഡ് ചെയ്തിട്ട്. എന്നിട്ട് ഇതുപോലെ സൂചി നൂലും എടുത്തു. എന്നിട്ട് അതിൻ്റെ അറ്റം നന്നായിട്ട് കെട്ടിട്ടതിന് ശേഷം ഈ നമ്മളെ കയ്യിൽ അടുക്കി പിടിച്ചിരിക്കുന്ന പീസിൻ്റെ ഫോൾഡ് ചെയ്ത് അടുക്കി പിടിച്ചിരിക്കുന്ന ആ പീസിൻ്റെ സെൻറ്ററിലൂടെ സൂചി കോർത്തിട്ട് നന്നായിട്ട് വലിച്ചെടുത്തു കേട്ടോ. കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ടാണ് ഇതുപോലെ ഒപ്പം പിടിച്ചിട്ട് ഇനി അതിനെ അവിടെ നിലത്ത് വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി പിന്നിൽ കോർത്ത് വെച്ചായിരുന്നല്ലോ ആദ്യം. അപ്പോൾ കുറച്ച് അധികം എണ്ണം ഇങ്ങനത്തെ പീസുകൾ വേണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 സെക്ഷനായിട്ട് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കയ്യിൽ ഒതുങ്ങി നിൽക്കില്ല, തെന്നി പോകുമല്ലോ, തുണി അങ്ങനത്തതായതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തത്. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം പിന്നെ ഒഴിവാക്കുക. എന്നിട്ട് ഇതുപോലെ സൂചി ഇതിലേക്ക് കോർത്തിട്ട് നമ്മൾ ആദ്യം സൂചി കോർത്ത് വെച്ചതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് അരികളൊക്കെ പരമാവധി ഒപ്പം പിടിച്ചതിന് ശേഷം കയ്യിലെടുത്ത് പിടിച്ചിട്ട് സെൻറ്റർ നന്നായിട്ട് കുത്തി തുന്നി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് കെട്ടിട്ടെടുക്കുക. അപ്പോൾ ഇത് കെട്ട് നന്നായിട്ട് ഉറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് അഴിഞ്ഞു പോകും. ഒരെണ്ണം അഴിഞ്ഞാൽ മൊത്തം അഴിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഫ്ലവർ നമ്മൾ മെനക്കെട്ട് ചെയ്തത് വെറുതെ ആയിപ്പോവും. അപ്പോൾ അതിൻ്റെ തുന്നലും കെട്ട് വരുന്നതും ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ തുന്നി കെട്ടിട്ടെടുത്തു. എന്നിട്ട് നൂല് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലവറിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് പോകാം. ഇനി നമുക്കിതിനെ ഓരോരോ ഇതളുകളെ സെപ്പറേറ്റ് എടുക്കുക. ഇപ്പോൾ ആദ്യം ഇരിക്കുന്ന വൈറ്റ് ആണല്ലോ, അപ്പോൾ അതിനെ എടുത്തു ഇതുപോലെ ഒന്ന് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. വീണ്ടും റോസ് എടുത്തു, അതിനെ ഇതുപോലെ 4ആക്കി ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെയൊന്ന് ട്വിസ്റ്റ് ചെയ്തു. നമ്മൾ ഓൾറെഡി ഒന്ന് ഫോൾഡ് ചെയ്തതാണ്, വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്യുകയാണ്. അങ്ങനെ ഫോൾഡ് ചെയ്ത് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ഓരോന്നിനും ഓരോ ഭാഗത്തേക്കാക്കി മാറ്റി വയ്ക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എൻഡിൽ വരെ നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിത് കാണുന്ന കൂട്ടത്തിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും, മിസ്സായി പോവാതെ.
അപ്പോൾ നമുക്ക് വെറൈറ്റി വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവർ ഇങ്ങനെ ചെയ്ത് ഫുള്ളായിട്ട് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാവുന്നതാണ്, ഇഷ്ടമുള്ള വലുപ്പത്തിൽ എടുക്കാവുന്നതാണ്, ഡ്രസ്സിന് മാച്ചായിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഹെയർ ബാൻഡും എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൈകൊണ്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. അങ്ങനെ ഓരോരോ ഇതളുകൾ ട്വിസ്റ്റ് ചെയ്ത് നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റിൽ വരെയും ട്വിസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. ടൈറ്റാക്കി ട്വിസ്റ്റ് ചെയ്ത് നിങ്ങളുടെ നൂല് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊരു ബോൾ മാതിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ചെയ്തിട്ട്. ഇനി അടിയിൽ ഇതുപോലെ ഒരു ഭാഗമാക്കിയെടുത്തതിന് ശേഷം പരത്തി പിടിക്കുക. എന്നിട്ട് മുകൾ ഭാഗം ഇതുപോലെ ഇരിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് അതിൻ്റെ എഴുന്ന് നിൽക്കുന്ന, അതായത് ഒപ്പം അല്ലാതെ കുറച്ച് മുകളിലേക്ക് കുരുത്തങ്ങോട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി വിടുക. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് പതുക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ മുടി കട്ട് ചെയ്യുന്ന പോലെ പതുക്കെ കട്ട് ചെയ്ത് കുറേശ്ശെ കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുക. പെട്ടെന്ന് അങ്ങ് കയറ്റി കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്ലവറിൻ്റെ ഷേപ്പ് മാറിപ്പോകരുത്. ഇതുപോലെ അതിനുശേഷം നമുക്ക് ഓരോന്ന് 2 പേരൊക്കെ ഒന്നിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ അവരുടെ ഇടയിലേക്ക് വേറൊരാളെ കയറ്റി വിടുക. അപ്പോഴാണ് അതിൻ്റെ ഭംഗി വരിക. ഒരു 2 റോസൊക്കെ അടുത്തിരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല, അതിൻ്റെ ഇടയിലേക്ക് ഒരു വൈറ്റ് വരുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവും. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. അതിൽ നിന്ന് ബാക്കി നമുക്ക് ഹെയർ ബാൻഡിൽ വെച്ചതിന് ശേഷം ചെയ്യാം. ഇതുപോലെ 2 പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത വൈറ്റ് ഷീറ്റോ അല്ലെങ്കിൽ വൈറ്റ് ക്യാൻവാസോ ഒക്കെ എടുക്കുക. ഇതുപോലത്തെ 2 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരെണ്ണം ഇതുപോലെ ഗ്ലൂ കുറച്ച് അപ്ലൈ ചെയ്യുക, കുറച്ചധികം ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഫുള്ളായിട്ട് നന്നായിട്ട് ഊറ്റിക്ക് ഒലിക്കുന്ന ആ ഒരു ഫോമിൽ മാത്രമേ ഇതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്ലവറിൽ അടിഭാഗത്തേക്ക് ഇതിനെ ഒട്ടിച്ചു കൊടുക്കുക. വെയിറ്റ് ചെയ്യുന്നതനുസരിച്ച് അത് വായുവിൽ നിൽക്കുമ്പോൾ ഒട്ടിപ്പോകും. അപ്പം അതിനുള്ള അവസരം കൊടുക്കാതെ വേഗം ഒട്ടിക്കുക. അപ്പം നമ്മുടെ ഫ്ലവറിൽ അത് നന്നായിട്ട് ഒട്ടിയിരിക്കും, അല്ലെ പെട്ടെന്ന് പറഞ്ഞു പോകും. ഇനി നമുക്കിത് ഹെയർ ബാൻഡ് ലേക്ക് ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഈ ഹെയർ ബാൻഡ് ആറ്റം വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കുക. അതിനുശേഷം അതിൻ്റെ അടിഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്തു. ബാക്കി വന്ന ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസും കൂടി ഒട്ടിച്ചെടുത്തു. എന്നിട്ട് രണ്ടറ്റത്തും ഇതുപോലെ ബാക്കി വരുന്ന കുറച്ച് ഭാഗം ഉണ്ടാവില്ല, ഗ്യാപ്പ് വരുന്നത്, അവിടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു. ഇനി ഇപ്പുറത്തെ വശത്തും അങ്ങനെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഹെയർ ബാൻഡിൽ അപ്പോൾ ഇതുപോലെ നൂലൊക്കെ ഒന്ന് വലിച്ചു കളഞ്ഞ് നമ്മുടെ ഇതളുകളൊക്കെ ഒന്ന് ശരിയാക്കി നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫ്ലവർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെയർ ബാൻഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. എല്ലാവരും കമൻറ്റിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ ചോദിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ വെറൈറ്റി വീഡിയോസുമായിട്ട് വീണ്ടും വരും. അപ്പോൾ വീണ്ടും വരുന്നത് വരേക്കും ടാറ്റാ.